നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. വിഷു ബമ്പർ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ VC 490987 നമ്പർ ടിക്കറ്റിന് ആലപ്പുഴ കൈതവനയിലെ അനിൽകുമാർ എന്നയാളുടെ തൃക്കാർത്തിക ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റാണ് ഇത്. ജയ എന്ന ചില്ലറ വിൽപ്പനക്കാരിയാണ് ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് വാങ്ങിയത്. അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്തു നിന്നും, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ജയ എന്താണ് പറയുന്നത്? വേണുബാലകൃഷ്ണൻ, ജയ എപ്പോഴാണ് ഈ ടിക്കറ്റ് വാങ്ങിയതെന്നുള്ള കാര്യം ഓർക്കുന്നില്ല. VC 490,987 എന്ന ടിക്കറ്റ് നേരത്തെ വാങ്ങിയത് കൈതവന ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള അനിൽകുമാറിന്റെ ഏജൻസിയിൽ നിന്നാണ്, തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നാണ് ജയ ടിക്കറ്റ് വാങ്ങിയത്. ജയ ഒരു പെട്ടിക്കടയാണ്, ആലപ്പുഴ പഴവീട് PMC എന്ന ഒരു ഹോസ്പിറ്റലിനടുത്താണ് നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. എന്നാൽ ജയയുടെ പ്രതികരണം കൂടി നമുക്ക് തേടാൻ. ജയ മറ്റൊരു ചാനലിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തവണ അതൊരു ലക്കി കടയാണ്. വിളിച്ചു. ഇതാണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇല്ല, വിളിച്ചിട്ടില്ല. നമ്പർ അറിയില്ല. പുള്ളി ഇങ്ങനെ വെളിയിൽ പോയിരിക്കാന്നാ പറഞ്ഞത്. ഞാനിപ്പം ഒരു 16 വർഷമായി. അതായത് കുറച്ചാൾ ആ പള്ളാത്തുരുത്തി അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടോട്ടേക്ക് തുടങ്ങിയത്. അപ്പോൾ അവിടെ തൊട്ടേ എനിക്ക് ടിക്കറ്റ് കച്ചവടം ഉണ്ട്. പിന്നെ ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ 30,000 ഒക്കെ എനിക്ക് അടിക്കാറുണ്ട്. 12 കോടിയാണ് അടിച്ചിരിക്കുന്നത്. എത്ര കമ്മീഷൻ കിട്ടും? അത് നമ്മുടെ ഏജൻസിക്ക് അറിയൂ. അതിനെ കുറിച്ചൊന്നും എനിക്ക് വിശദമായിട്ട് പറയാം. കുടുംബത്തിന്റെ കടവും മറ്റു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്നും കൂടെ ആളുകളെ അതെല്ലാം കൂടെ ഒരു 10-12 ലക്ഷം രൂപയ്ക്ക് അടുത്തോണ്ട് ഇച്ചിരി പണയൊക്കെ ഇരിക്കുന്നു. എല്ലാം കൂടെ, എല്ലാം പലിശയും മുതലും എല്ലാം കൂടെ ഒരു 10-12 രൂപ വരും. അതിന്റെ എല്ലാം കൂടെ ലോണുണ്ട്. പിന്നെ കുറച്ച് വേറെ ബാധ്യതയുണ്ട്. മോന്റെ പഠിത്തത്തിന്റെ ലോണിന്റെയും കാര്യങ്ങളും എല്ലാം കുറച്ച് നന്നായിട്ട് ഇപ്പം ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹസ്ബൻഡ് ഇപ്പം എറണാകുളത്തൊരിടത്തൊരു ജോലിക്ക് പോകുന്നു. ഹസ്ബൻഡ് ഇവിടെ ഒരു കമ്പനിയിലായിരുന്നു. അപ്പം ഈ കൊറോണ വന്നപ്പോൾ ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ പോയി. അതിനുശേഷം പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയായിരുന്നു. ആക്സിഡന്റ് പറ്റിയതിന് ശേഷം വലിയ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എറണാകുളത്ത് ഇപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ചീട്ടെഴുതാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 16 വർഷമായിട്ട് നടത്തുന്നുണ്ട്. സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ എല്ലാവരെയും വിളിച്ചോ? എല്ലാവരുടെയും നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. അറിയാവുന്നവരുടെ നമ്പർ വെച്ച് വിളിച്ചു. അവർക്ക് ആർക്കും അല്ല. പിന്നെ ആ ഒരാളാണ് പുറത്തു പോയിരിക്കുകയാണ് നമ്പർ ഇല്ല എന്ന് പറയുന്നത്. ഒരെണ്ണത്തിന് അറിയാവുന്നവര് ഈ നാട്ടുകാർ അല്ലേ? ഈ നാട്ടുകാർ തന്നെയാ. പുറത്തുനിന്ന് വന്ന ആരോ 1-2 എടുത്തിട്ടുണ്ട്. ഉണ്ട്. വേണുബാലകൃഷ്ണൻ, എന്താണെങ്കിലും ഇവിടെ നിന്നുള്ള ആളുകൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകളും പലരും വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആരാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഈ ഒരു ടിക്കറ്റ് വിറ്റിട്ടുള്ളത് പഴവീട് PMC ഹോസ്പിറ്റലിന് നേരെ എതിർവശമുള്ള ജയയുടെ ഒരു പെട്ടിക്കടയിൽ നിന്നാണ്. 16 വർഷമായി ജയ അവിടെ സാധാരണ ഒരു പെട്ടിക്കട നടത്തുകയാണ്. വേണുബാലകൃഷ്ണൻ. അഖിൽ ഷാൻ സാറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, ഈ വിഷു ബമ്പർ നറുക്കെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വേണു, 12 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള വിഷു ബമ്പറാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അതിന്റെ ഫലപ്രഖ്യാപനം വന്നത്. അത് വലിയ രീതിയിലുള്ള വിൽപ്പനയാണ് ഇത്തവണ വിഷു ബമ്പറിൽ നടന്നത്. ഏതാണ്ട് 40 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ ഈ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഏതാണ്ട് 15,000-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കി വന്നത്. അത്തരത്തിൽ വലിയ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിഷു ബമ്പറിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. കഴിഞ്ഞ തവണ 10 കോടി രൂപയായിരുന്നു വിഷു ബമ്പറിന്റെ സമ്മാനം. 250 രൂപയായിരുന്നു അന്ന് ടിക്കറ്റിന്റെ വില. ഇത്തവണ അത് 12 കോടിയാക്കുകയും ഒപ്പം 300 രൂപയായി ടിക്കറ്റിന്റെ വില നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ സ്വീകാര്യത ജനങ്ങൾക്ക് ഈ വിഷു ബമ്പറിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 1 കോടി വീതം 6 പരമ്പരയിലെ ഓരോ ടിക്കറ്റുകൾക്കും 2ാം സമ്മാനവും, 10 ലക്ഷം വീതം 6 പരമ്പരകൾക്ക് 3ാം സമ്മാനവും, 4ാം സമ്മാനമായി 6 പരമ്പരകളിലായി 5 ലക്ഷം വീതവും ഇത്തരത്തിൽ വലിയ സമ്മാനങ്ങൾ വിഷു ബമ്പറിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. 42 ലക്ഷം വിഷു ബമ്പർ ടിക്കറ്റുകളാണ് ഇത്തവണ ലോട്ടറി വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തത്. എന്തായാലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഈ ഫലപ്രഖ്യാപന സമയത്ത് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാത്തത്. എന്തായാലും ഈ ആരാണ് ഭാഗ്യശാലി എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി. വിഷു ബമ്പർ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ VC 490987 എന്ന നമ്പറിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചിരിക്കുകയാണ്. ഈ 12 കോടിയുടെ ഭാഗ്യശാലി ആരാണ് എന്നത് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. അഖിൽ ഷാൻ സാറും മനീഷ് മഹിപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.
രവീന്ദ്രൻ പട്ടയങ്ങളിൽ യഥാർത്ഥ പട്ടയവും വ്യാജ പട്ടയവും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ദേവികുളം അഡീഷണൽ തഹസീൽദാറായിരുന്ന രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുക്കാം എന്ന് അറിയിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ രവീന്ദ്രൻ പട്ടയങ്ങൾ അടക്കമുള്ള കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിൽ കോടതി ചോദിച്ചത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തു എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. അത് ഒന്നാമത്തേത്. 2, 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ല എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വരികയുണ്ടായി. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്ന് കോടതി പറയുന്നു. രവീന്ദ്രന് മാത്രമായി ഈ അഴിമതി നടത്താനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ CBIയെ വിളിക്കേണ്ടി വരും എന്നും കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: രവീന്ദ്രനെതിരെ എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കിയ ഉത്തരവ് സർക്കാർ തുടർന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കി. പട്ടയം നൽകാൻ രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് അറിയിച്ചു. എന്നാൽ അധികാരപരിധി ലംഘിച്ച് പട്ടയ വിതരണം നടത്തി എന്നാണ് സർക്കാർ പറയുന്നത്. വ്യാജമേത്, യഥാർത്ഥ പട്ടയങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും സർക്കാർ പറഞ്ഞു. ഈ രവീന്ദ്രനെതിരെ അച്ചടക്ക നടപടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നായി കോടതിയുടെ അടുത്ത ചോദ്യം. അത് സർക്കാർ കോടതിയെ കൃത്യമായി അറിയിക്കണം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതായത് അതീവ ഗൗരവമായ വിഷയമായി കോടതി ഇതിനെ കാണുന്നു. ഇനി അറിയേണ്ടത് ഇത് CBIക്ക് പോകുമോ എന്ന് മാത്രമാണ്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ദിവസം ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മണിക്കൂറുകളായി കനത്ത മഴ പെയ്യുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തമ്പാനൂർ SS കോവിൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം ഗതാഗത കുരുക്ക് രൂക്ഷമായി. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും, ഷഫീദ് റാവുത്തർ തമ്പാനൂരിൽ വെള്ളക്കെട്ടുള്ള ഭാഗത്തു നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, ഈ കാലവർഷം എത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ മുന്നറിയിപ്പ് എന്താണ്? വേണു, മെയ് 31 കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. എന്നാൽ കാലവർഷത്തിന് സമാനമായ മഴ കഴിഞ്ഞ ദിവസങ്ങളായി ഇന്നലെയും ഇന്നുമൊക്കെയായി കേരളത്തിന്റെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ലഭിക്കുകയാണ്. അതിശക്തമായ മഴ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരമനുസരിച്ച് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിന് സമാനമായ മഴ ലഭിക്കുന്നുണ്ട് താനും. ഈ കേരളത്തിലേക്കുള്ള തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ കാലവർഷം കേരളത്തിലെത്തിയതായുള്ള പ്രഖ്യാപനം അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനത്തേക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിശക്തമായ മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തുടരും എന്നാണ് പ്രവചനം. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും, അതായത് 11 ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളും കൂടുതൽ 10ഉം 12ഉം ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മലയോര മേഖലയിൽ മഴ കനക്കാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത്, അതായത് തെക്കൻ കേരള തീരത്തും അതുപോലെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 50-55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്
വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, കടലിൽ പോകരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായി തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാല 3.3 മീറ്ററിന് മുകളിൽ ഉയർന്ന തിരമാലയ്ക്കും തെക്കൻ തമിഴ്നാട് തീരത്തും സമാനമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കടലേറ്റത്തിനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. എന്താണെങ്കിലും മഴ തുടരും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ മഴ കനക്കാനാണ് സാധ്യത. തെക്കൻ കേരളം, മധ്യ കേരളത്തിലെ മലയോര മേഖലയിൽ രാത്രി സമയങ്ങളിൽ അതീവ ജാഗ്രത വേണം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറും ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് കനത്ത മഴയാണോ? എന്താണ് നഗരത്തിലെ സാഹചര്യം? വേണു, കഴിഞ്ഞ 1.5 മണിക്കൂറിൽ 52 മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുള്ളത്, തിരുവനന്തപുരം നഗരമേഖലയിൽ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു നേർസാക്ഷി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റോഡിന്റെ പണിയൊക്കെ കഴിപ്പിച്ച്, മാത്രവുമല്ല ഈ റോഡിന്റെ ഉയരമൊക്കെ കൂട്ടി പണി കഴിപ്പിച്ച തിരുവനന്തപുരം SS കോവിൽ റോഡ്, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം, ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന തമ്പാനൂരിലെ പ്രധാനപ്പെട്ട റോഡാണ് ഈ SS കോവിൽ റോഡ്. ഈ SS കോവിൽ റോഡ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതായിരുന്നില്ല വേണു കുറച്ച് മുൻപത്തെ അവസ്ഥ. അതായത് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ കാര്യമായി ഉണ്ടായി. ഇത് തൊട്ടപ്പുറത്തെ കടയിലേക്കടക്കം കയറുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെള്ളക്കെട്ടിലാണ്. കാരണം ഇവിടെ നിന്ന് ഈ റോഡിലെ വെള്ളക്കെട്ട് കവിഞ്ഞ് അത് ആ ഭാഗത്തേക്ക്, അതായത് കടകളിലേക്കടക്കം കയറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ രീതിയിലേക്കുള്ള വെള്ളക്കെട്ട് തമ്പാനൂരിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല ഈ വെള്ളക്കെട്ട് കാരണം ഈ തമ്പാനൂർ, അതേപോലെ തന്നെ സ്റ്റാച്യു, പാളയം അടക്കമുള്ള പരിസരത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത്രത്തോളം വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിലുണ്ടായി. നമുക്കറിയാം, ഇന്ന് രാവിലെയൊക്കെ ഈ കരമന, ജഗതി ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനും അപ്പുറത്തേക്ക് നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള മഴയാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു 1 മണിക്ക് ശേഷമാണ് കാര്യമായ മഴ നഗരത്തിൽ തുടങ്ങിയത്. അത് ഈ ഏതാണ്ട് ഒരു 2:45 വരെ നീണ്ടു, 2:30-2:45 വരെ നീണ്ടു. ഇപ്പോഴും മഴ ചാറ്റലുണ്ട്. പക്ഷേ ഈ കാര്യമായി ഇപ്പോൾ തുടരുന്നില്ല മഴ. പക്ഷേ എങ്കിലും മഴച്ചാറ്റലുണ്ട്. ഈ മഴയാണ് നമുക്ക് ഈ വ്യാപാരികളൊക്കെ അവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ മൂടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ. ചേട്ടാ, ഇത് കുറച്ച് മണിക്കൂറായി കാര്യമായ മഴയായിരുന്നല്ലേ? നല്ല മഴയാണ്. ഞാൻ എപ്പോഴേ മൂടിയിട്ടേക്കാന്ന് അറിയാമോ? മഴ ചെറിയ മഴയത്ത് പോലും ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ആളുകൾക്കൊന്നും വരാൻ പറ്റത്തില്ല. കാലവർഷം വരുന്നത്, അപ്പോൾ മഴ കടുക്കും. അപ്പോൾ കൂടുതൽ വെള്ളം കയറാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഇനി കടക്കകത്തോട്ട് വെള്ളം കയറാനുള്ള സാധ്യതയാണുള്ളത്. റോഡ് ഇപ്പം പൊക്കിയൊക്കെയാണ്. പൊക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനം ഇനിയിപ്പോൾ കുഴിയിലോട്ട് പോവുകയാണ്. നേരത്തെ റോഡിൽ നല്ല കുഴിയിലാണ് വെള്ളം കിടന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കടക്കകത്തൊക്കെ കയറും. അതാണ് അവസ്ഥ. ഈ ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾ അടഞ്ഞു പോയെന്നൊരു പരാതി ഉണ്ടല്ലോ മൊത്തത്തിൽ. ഡ്രെയിനേജ് ഇപ്പൊ ഈ റോഡിൽ അടഞ്ഞിട്ടില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം. അതുകൊണ്ടാണ് വെള്ളം ഇത്രയും സ്പീഡിൽ പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബോർഡിൽ ബ്ലോക്ക് ഒന്ന് അടയും, വെള്ളം കൂടുതൽ കയറും. എന്തായാലും തിരുവനന്തപുരം നഗരമാണ്, തലസ്ഥാന നഗരത്തിലെ അവസ്ഥ തന്നെ ഇങ്ങനെയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഈ റോഡ് പണി അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. അതിനുശേഷവും ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം. അന്ന് പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡിന്റെ ഹൈറ്റ് കൂട്ടിയാൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ബൈക്ക് യാത്രികനെയൊക്കെ കാണാം. ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ, തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, അവിടെ അടക്കം ആളുകൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് കോച്ചിങ് സെന്ററുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ നഗരത്തിലേക്ക് ആളുകൾ എത്തിപ്പെടുന്ന തമ്പാനൂർ, ഇവിടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തമ്പാനൂരിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലാണ് ഈ അവസ്ഥ എന്നുള്ളതും ഏറ്റവും കഠിനമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കിഴക്കേക്കോട്ടയിലും കാര്യമായ വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂരിന്റെ മറുഭാഗം, അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ഡിപ്പോ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ട് ഇപ്പോൾ കുറയുന്നുണ്ട്. പക്ഷേ വീണ്ടും മഴയുണ്ട്, മഴ പെയ്യുകയാണ്. ആ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഈ തൊട്ടപ്പുറത്തെ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ടുണ്ടായി. ഇതിന് വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായപ്പോഴായിരുന്നു ഈ റോഡ് നിർമ്മാണമടക്കം ഏറ്റവും കാര്യക്ഷമമാക്കാനും ഡ്രെയിനേജ് സംവിധാനം അടക്കം മികച്ചതാക്കാനും, അതല്ലെങ്കിൽ അത് ഈ വെള്ളം ഒഴുകി പോകുന്നത് സുഗമമായി ഒഴുകി പോകാനുള്ള സംവിധാനമടക്കം റോഡ് പുനർനിർമ്മിച്ചത്. പക്ഷേ അതും എഫക്റ്റീവായില്ല. അത് നമുക്ക് ആ വീടുകളിലേക്ക് കാണാം. അതായത് ഇപ്പോൾ ഈ SS കോവിൽ റോഡിലെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ ലൈനിലേക്ക് കയറിപ്പോയാൽ വലിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. അവിടെയും കാര്യമായ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഏതായാലും മഴ കൂടുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം മഴ കാര്യമായി ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഇങ്ങനെ നിർത്താതെ മഴ പെയ്താൽ സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലേക്കുള്ള വെള്ളക്കെട്ടുണ്ടാകും. അപ്പോൾ ഈ റോഡ് പുനർനിർമ്മാണമൊക്കെ ഏത് രീതിയിൽ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഈ വെള്ളക്കെട്ടുണ്ടാക്കി. വേണോ? തമ്പാനിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. കിഴക്കക്കോട്ടയിൽ അഖിൽ ഷാ അൻസാറുമുണ്ട്. അഖിൽ ഷാ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
വേണു, തിരുവനന്തപുരം നഗരത്തിൽ രൂക്ഷമായി തന്നെ വെള്ളക്കെട്ടുണ്ട്. വൻ വെള്ളക്കെട്ടാണ് ഈ കിഴക്കേക്കോട്ട ഭാഗത്ത് അനുഭവപ്പെടുന്നത്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രധാന റോഡാണ്, അതായത് എം ജി റോഡാണ്. എം ജി റോഡിൽ മുഴുവനായും, അതായത് പൂർണ്ണമായി വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പല വാഹനങ്ങളും അപകട സാഹചര്യത്തിലൂടെയാണ് ഇത്തരത്തിൽ കടന്നു വരുന്നത്. പെട്ടെന്ന്, അതായത് ഈ ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ നഗരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും നമ്മൾ ഈ അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് മണിക്കൂറുകളായി തുടർച്ചയായ മഴയാണ്. തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലുമെല്ലാം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അഖിൽ ഷാ തുടരുന്നുണ്ട്. അഖിൽ ഷാ പറഞ്ഞോളൂ. ഇത്തരത്തിലാണ്, അതായത് ഈ ഒരു മണിക്കൂറിൽ പെയ്ത മഴയാണ് ഇത്തരത്തിൽ നഗരത്തിൽ വലിയ വെള്ളക്കെട്ട് കാരണമായിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്നത് ഈ കിഴക്കേക്കോട്ടയിൽ നിന്നും പഴവങ്ങാടിയിൽ നിന്നും പവർ ഹൌസിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് പൂർണ്ണമായി വെള്ളം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു വാഹനം അവിടെ നിന്ന് വരുന്നത് കാണാം. പണിപ്പെട്ടാണ് ആ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാര്യം വാഹനത്തിനുള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുണ്ട്. ഒപ്പം ഈ വശങ്ങളിലായിട്ട്, അതായത് ഈ റോഡിന് വശത്തായി സ്ഥിതി ചെയ്യുന്ന കടകളിലേക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ മനസ്സിലാകും. അതൊരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു കടയാണ്. അങ്ങോട്ടേക്ക് അതിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ഒരു ഓട്ടോയും അതുപോലെ തന്നെ ഒരു കാറും ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച കാണാം. ഇത്തരത്തിൽ നിമിഷ നേരം കൊണ്ട് കിഴക്കേക്കോട്ട ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതായത് ഈ കൃത്യമായ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകളോ കോർപ്പറേഷൻ എടുത്തില്ല എന്നുള്ള വലിയ വിമർശനം കോർപ്പറേഷനും അതുപോലെ തന്നെ മേയറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വീണ്ടും ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം മഴ പെയ്യുമ്പോൾ നഗരത്തിലാകെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നുള്ള ഒരു ആക്ഷേപം, അതിൽ സർക്കാർ കൃത്യമായി ഇടപെട്ടിട്ടില്ല, വേണ്ട നടപടികളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപം അത് വീണ്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വർദ്ധിച്ചു വരികയാണ്. എന്തായാലും വീണ്ടും മഴ തുടർന്നാൽ വരും മണിക്കൂറുകളിലും മഴ തുടരും, മഴ ശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം ഉൾപ്പെടെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ തുടർന്നാൽ ഈ നഗരമാകെ വെള്ളത്തിലാകുമെന്നുള്ള വലിയ ആശങ്കയിലാണ് ജനങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും. എന്തായാലും തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. മഴ തുടരുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഈ ആറുകൾ ഉൾപ്പെടെ തോടുകൾ ഉൾപ്പെടെ കരകവിയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കരകവിയുമ്പോൾ ഈ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നഗരം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് വേണു നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളത്. അഖിൽ ഷാൻ സാറാണ് കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നത് എന്ന് അധികൃതരോട് ചോദ്യം. മാലിന്യം വലിച്ചെറിയുന്നവരെയും കുറ്റം പറയണമെന്നും പ്രശ്നപരിഹാരത്തിന് ജനങ്ങളും ഒപ്പം നിൽക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. വിഷയം മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയായിരുന്നു കോടതിയുടെ വിമർശനം? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായത്. തുടർന്ന് നിലവിൽ ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അധികൃതർക്കും ഒപ്പം ജനങ്ങൾക്കും രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നും ഉണ്ടായി. ആദ്യം തന്നെ അമിക്കസ് ക്യൂറി പറഞ്ഞത് ഇടപ്പള്ളിയിലുണ്ടായ വെള്ളക്കെട്ടിന് കാരണം ഇടപ്പള്ളിയിലെ കാന ശുചീകരിക്കാത്തതാണ് എന്ന് ഇന്ന് കോടതിയിൽ അമിക്കസ് ക്യൂറി അറിയിച്ചു. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കോടതി അധികൃതരോട്, അത് സർക്കാരിനോടാണ് ചോദിച്ചത്. ഗവൺമെന്റ് GP ഹാജരായിരുന്നു, അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ജനങ്ങളെയും ഇക്കാര്യത്തിൽ കുറ്റം പറയണമെന്ന് കോടതി പറഞ്ഞു. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാനയിൽ കൊണ്ടുവന്ന് തള്ളുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളെയും ഈ കേസിൽ കക്ഷി ചേർക്കും എന്ന് കോടതി പറയുന്നു. കഴിഞ്ഞ തവണ കാനകൾ ശുചീകരിച്ചതുപോലെ ഇത്തവണയും ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ അത് ഉണ്ടായില്ല എന്നും നിർഭാഗ്യകരമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. P&D കോളനിയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവരുടെ ഫ്ളാറ്റിലെ ചോർച്ച ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. മറ്റന്നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 34 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 666 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയത്താണ് കൂടുതൽ ക്യാമ്പുകൾ തുറന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
വേണു, സംസ്ഥാനത്തെ കാലവർഷം എത്തുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. 34 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങിയത്. 11 ക്യാമ്പാണ് കോട്ടയം ജില്ലയിലുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 8 ക്യാമ്പും കൊല്ലം ജില്ലയിൽ 8 ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. 34 ക്യാമ്പുകളിലായി 2054 പേരാണ് ഇപ്പോൾ കഴിയുന്നത്. 666 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ പൂർണ്ണമായും ഈ മഴക്കെടുതി ബാധിച്ച കുടുംബങ്ങളെയാണ് നിലവിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഈ ഏതെങ്കിലും തരത്തിൽ ഒരു അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ക്യാമ്പിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമ്പുകൾ ക്രമീകരിക്കാൻ ഇതിനോടകം തന്നെ റവന്യൂ വകുപ്പും മറ്റ് വകുപ്പുകളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഇതിനോടകം തന്നെ ക്യാമ്പിനായുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ തെക്കൻ മേഖലകളിലും ഒപ്പം തെക്കൻ മേഖലകളിലാണ് ഈ മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ അധികവും തെക്കൻ മേഖലകൾ തന്നെയാണ്. നിലവിൽ വടക്കൻ മേഖലയിൽ ക്യാമ്പുകളൊന്നും തന്നെ നിലവിൽ ആരംഭിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിൽ 2 ക്യാമ്പാണ് നിലവിൽ തുടങ്ങിയിട്ടുള്ളത്. ഇതിനു പുറമെ തൃശൂർ ജില്ലയിൽ 2 ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയിൽ പെയ്ത മഴയിൽ വ്യാപക കൃഷിനാശം. പാല, അയർക്കുന്നം മേഖലകളിലാണ് കൃഷിനാശം ഉണ്ടായത്. മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് പൊതുവിൽ ജില്ലയിലെ സാഹചര്യം? നിലവിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ വലിയ മഴക്കെടുതികളാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും കർഷകർക്കാണ് വലിയ ദുരിതമുണ്ടായിരിക്കുന്നത്. അയർക്കുന്നം പോലെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ചും പാലായും അതിനുശേഷം അതിന് താഴോട്ട് വരുന്ന അയർക്കുന്നം പോലെയുള്ള പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട്. കൂടുതലായിട്ടും കർഷകർക്കാണ് വലിയ ദുരിതമുണ്ടായിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിൽ കോട്ടയത്തുള്ളത്. അത് അയർക്കുന്ന മേഖലകളിലാണ്. നമ്മൾ ഇന്ന് രാവിലെ പോയത് അയർക്കുന്ന മേഖലയിലായിരുന്നു. അവിടെ ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെട്ട കർഷകരെ നമ്മൾ നേരിട്ട് കണ്ടു. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, കോട്ടയം നഗരത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ 15ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 350ഓളം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത തുടരണമെന്നുള്ള ഒരു വിവരം തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. കർശന നിയന്ത്രണം വേണമെന്നുള്ള നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. വരും മണിക്കൂറുകളിലും മഴ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ജില്ലയിലുള്ളത്. എന്നിരുന്നാലും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. വേണു, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങി. വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. പലരുടെയും ഗൃഹോപകരണങ്ങൾ വെള്ളം കയറി നശിച്ചു. S. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്യാംകുമാർ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് കൊച്ചിയിൽ പെയ്തത്. അതിന്റെ ഭാഗമായി കളമശ്ശേരി അടക്കം വിവിധ ഇടങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഇപ്പോൾ മഴ മാറി നിന്നതിനെ തുടർന്ന് വെള്ളക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരുന്നു. അത് ജനങ്ങളെ ദുരിതത്തിലാക്കി. പലരുടെയും ഗൃഹോപകരണങ്ങളടക്കം വെള്ളം കയറി നശിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ശ്യാംകുമാർ നൽകും. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. എടത്വ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, കുട്ടനാട്ടിലെ സാഹചര്യം എന്താണ്? കൂടാതെ ജില്ലയിൽ വലിയ മഴക്കെടുതികൾ ഉണ്ടോ? വേണുഗോപാലകൃഷ്ണൻ, ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 5 മണിക്കൂർ ജില്ലയിലെ എമ്പാടും തകർത്ത് മഴ പെയ്തു. അതായത് അരൂർ മുതൽ കായംകുളം വരെയുള്ള പ്രദേശം, ഒപ്പം തന്നെ തീരപ്രദേശങ്ങളും കുട്ടനാട്, ചങ്ങനാശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തു. ആലപ്പുഴ നഗരത്തിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല, കായംകുളം
തുടങ്ങിയ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ മാന്നാർ തുടങ്ങിയ നഗരപ്രദേശങ്ങളിലും വെള്ളം കയറിയ നിലവിൽ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ കൊമ്മാടിയിലാണ്. ഇവിടെ കൊമ്മാടിയിൽ AS കനാലാണ്, ആലപ്പുഴ ചേർത്തല കനാലാണിത്. ആലപ്പുഴ ചേർത്തല കനാലിൽ കൊമ്മാടിയിൽ ഒരു പാലം പണിക്ക് വേണ്ടിയിട്ട് നേരത്തെ ബണ്ട് കെട്ടി ഉറപ്പിച്ചിരുന്നു. ആ പാലം പണിക്ക് വേണ്ടിയിട്ട് അത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബണ്ട് കെട്ടി ഉറപ്പിച്ചത്. പക്ഷേ വെള്ളം കൂടുതലായി എത്തിയതിനെ തുടർന്ന് ആ ബണ്ട് പൊളിച്ചു മാറ്റേണ്ട രീതിയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റുകയാണ്. നിലവിൽ അത്രത്തോളം വെള്ളം വന്ന് നിറഞ്ഞ് ആ ബണ്ട് വെള്ളം വന്ന് നിറഞ്ഞതോടുകൂടി തന്നെ സമീപത്തെ റോഡുകളിലേക്കും ഈ കൊമ്പാടിയിലെ ആകെ വീടുകളിലേക്കും ഒക്കെ തന്നെ ഈ വെള്ളം കയറിയതിനെ തുടർന്നാണ് ബണ്ട് അടിയന്തരമായി തന്നെ പൊളിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ആലപ്പുഴ MLA PP ചിത്രഞ്ജൻ അടക്കമുള്ള ആളുകളാണ് ഇതിന് അനുമതി കൊടുത്ത് ഈ ബണ്ട് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ AS കനാലിൽ നേരത്തെ പാലം പണിക്ക് വേണ്ടി പണിത ബണ്ട് മഴക്കാലത്ത് ഈ മഴയിൽ വെള്ളം പൊങ്ങിയതോടുകൂടി തന്നെ AS കനാലിലെ ബണ്ട് പൊളിക്കേണ്ട സാഹചര്യം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നഗരത്തിൽ ഏകദേശം ഒരു 2 മണിക്കൂർ പെയ്ത തകർത്ത മഴയിലൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ടായി. പക്ഷേ അത് അതുപോലെ തന്നെ ഒഴുകിപ്പോകുന്ന ഈ കനാലിൽ കൂടെയൊക്കെ തന്നെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ വെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നു. മീനച്ചിലാർ, മണിമലയാർ, പമ്പയാർ, അച്ചൻകോവിലാർ തുടങ്ങിയ ആറുകളിൽ നിന്നുള്ള വെള്ളം ഒക്കെ തന്നെ കുട്ടനാട് മേഖലയിലേക്ക് എത്തുന്നത് കൊണ്ട് കുട്ടനാട്ടിൽ സ്ഥിതി ആശങ്കാജനകമാണ്. അവിടെ കരകൃഷി ചെയ്യുന്ന അപ്പർ കുട്ടനാട്ടിലെ എടത്വ, തലവടി, തായങ്കരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ട്. അത് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇനിയും മഴ പെയ്താൽ വലിയ ആശങ്ക അവിടെ ഉണ്ടാകും. ഇപ്പം തന്നെ പൊതുജലാശയങ്ങളടക്കം ഈ ജലനിരപ്പ് കുറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അന്ധകാരനഴി പൊഴി, ഒപ്പം തന്നെ തോട്ടപ്പള്ളി പൊഴി തുറന്നു വിട്ടത് കൊണ്ട് തന്നെ വലിയ തോതിൽ ജലം ഈ 2 പൊഴികളിലൂടെ ഒഴുകി പോകുന്നുമുണ്ട്. വേണുബാലകൃഷ്ണൻ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങി. വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. പലരുടെയും ഗൃഹോപകരണങ്ങൾ വെള്ളം കയറി നശിച്ചു. S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ, മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീടുകളിൽ പലരുടെയും വെള്ളം കയറിയിരുന്നു. 100-ലധികം വീടുകളിലാണ് കളമശ്ശേരി, തൃക്കാക്കര ഭാഗത്ത് വെള്ളം കയറിയത്. ഇതോടെയാണ് ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പലരുടെയും നശിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ ആളുകൾ മാലിന്യങ്ങളൊക്കെ നീക്കി വീടുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെള്ളം ഇറങ്ങിയ സ്ഥലത്ത് വീണ്ടും മഴ ശക്തമായിട്ടുണ്ട്. ഇതോടുകൂടി ഇതേ വീടുകളിൽ വീണ്ടും വെള്ളം കയറുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. വേണു. S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചെട്ടിപ്പടി സ്വദേശി സൈദലവിയുടെ മകൻ 15 വയസ്സുകാരൻ ഷാൻ ആണ് മരിച്ചത്. വേങ്ങര കിളനക്കോട്ടെ ഏക്കർ കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഉച്ചയോട് കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് കുളിക്കാൻ പോവുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട ഈ യുവാവ് പോവുകയായിരുന്നു. സെയ്തൽവിയുടെ മകൻ ആണ് മരിച്ചിട്ടുള്ളത്. 15 വയസ്സുകാരനാണ്. ഷാൻ എന്നാണ് പേര്. ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഏറെ നേരം തിരച്ചിൽ നടത്തിയതിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വേങ്ങര കിളനക്കോട്ടെ ഏക്കർ എന്ന് പറയുന്ന കുളത്തിലാണ് ഇവർ കുളിക്കാൻ പോയത്. ഇന്ന് രാവിലെ മുതൽ മലപ്പുറത്ത് ചെറിയ രീതിയിലുള്ള ചിലയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കുളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ഈ പുഴയും അതുപോലെ തന്നെ കുളമൊക്കെ കലങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിലുള്ളത്. അപ്പോൾ ആ കുളത്തിൽ ഇത്തരത്തിൽ ഇറങ്ങുകയും പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുളത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒഴുക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് അവധിക്കാലം കൂടി ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഇത്തരം വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇറങ്ങുകയും നീന്തൽ പരിശീലിക്കുകയും നീന്താൻ അറിയാത്തവർ പോലും നീന്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഈ നീന്താൻ വേണ്ടി പോവുകയും അങ്ങനെ അപകടത്തിൽ പെടുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. എക്സാലോജിക്കിന്റെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ SNC ലാവലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും പണം എത്തിയെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ഈ വിവരങ്ങൾ EDക്കും SFIOയ്ക്കും കൈമാറിയെന്നും ഷോൺ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചെന്നും ഷോൺ ജോർജ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ
എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ളത് SNC ലാവൽ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC, ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ IA ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതിയും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ, അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഷോൺ ജോർജിന്റെ ആരോപണങ്ങൾ? പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് അബുദാബിയിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ആ അക്കൗണ്ടിലേക്ക് കരിമണൽ ഖനനത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ആ ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ നിന്നും കിട്ടിയ പണം നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്നു. മറ്റൊന്ന്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, SNC ലാവലിൻ തുടങ്ങിയ കമ്പനികൾ ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഷോൺ ജോർജ് ആരോപിക്കുന്നത്. വളരെ ഗൗരവതരമായ ഒരു ആരോപണം എന്ന രീതിയിലാണ് ഷോൺ ജോർജ് ഇത് കൊണ്ടുവരുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഒരു അക്കൗണ്ട് ഉള്ളത്. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിലാണ് ഈ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഇതിലേക്കാണ് ഈ പണം എത്തിയത് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു. അതിനിടെ ഈ വിഷയത്തിൽ EDക്കും SFIOയ്ക്കും പരാതി നൽകി ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങനെയും ഷോൺ ജോർജ് വിവരം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു ഉപഹർജി കൂടി ഹൈക്കോടതിയിലേക്ക് വന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന ഏജൻസികളുടെ അന്വേഷണത്തിൽ ഈ വിഷയം കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി നൽകിയത്. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വീണ്ടും ശക്തമായ മഴ. വിഷ്ണു സുരേഷ് കൊച്ചിയിലെ ഉണിച്ചിറയിൽ നിന്നും തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, പകൽ മഴ മാറി നിൽക്കുകയായിരുന്നു. പലയിടങ്ങളിലും ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ട് മാറി തുടങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയാണോ? വിഷ്ണു, കേൾക്കാമോ? ശക്തമായ മഴയാണോ ഇപ്പോൾ? വിഷ്ണു പറഞ്ഞോളൂ, കേൾക്കാം. കൊച്ചിയിൽ വീണ്ടും മഴ ശക്തമായിരിക്കുന്നു. രാവിലെ മുതൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ചെറിയ വെള്ളക്കെട്ടുകളും ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലവിൽ ഉണിച്ചിറ മേഖലയിലാണ്. ഉണിച്ചിറ മേഖലയിൽ ഇന്നലത്തെ പെയ്ത മഴയിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് മഴ ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന കാഴ്ചയാണ്. ഒരു പക്ഷേ ഈ മഴ വരും മണിക്കൂറിൽ തുടരുകയാണെങ്കിൽ വീണ്ടും ഈ പല മേഖലകളിലും ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ പല മേഖലയിലും വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക തൃക്കാക്കര, കളമശ്ശേരി, ഇടപ്പള്ളി മേഖലകളിലായിരിക്കും. ഇന്നലെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് പല മേഖലകളിലും ഇന്നലെ ഒഴിച്ചെത്തിയ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതും ഒരു വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴ ശക്തമായി പെയ്യുകയാണ്. യെല്ലോ അലർട്ട് മാത്രമാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഉള്ളതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു റെഡ് അലർട്ടിന്റെ പ്രതിനിധി നൽകുന്ന മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് മുമ്പ് മഴ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഗണിച്ചിരുന്നു. അപ്പോഴെല്ലാം കോടതി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ജലസ്രോതസ്സുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണമായി ഉയർത്തിപ്പിടിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാലിന്യങ്ങൾ മാറ്റിയില്ല, ഓടകൾ വൃത്തിയാക്കിയില്ല എന്ന ചോദ്യം ഇന്നലെയും അതിനു മുമ്പുള്ള മഴയിലുമെല്ലാം നാട്ടുകാരും അതോടൊപ്പം കോടതിയെല്ലാം ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഇനിയും സർക്കാരിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ആയിട്ടില്ല. മഴ കൂടുതൽ ശക്തമായി വരുന്നു. ഈ ഓടകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അതേപടി തന്നെ കിടക്കുകയും ചെയ്യുന്നു. അത് വലിയ പ്രതിസന്ധി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം തന്നെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ, മരട് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ഓടകൾ വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നന്നേ വൈകിപ്പോയി എന്നാണ് ആളുകൾ പറയുന്നത്. ഇനി മഴ ശക്തമായി വരുന്നു. മറ്റിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വഹിച്ച് ഈ ഓടകളിലേക്ക് ഉൾപ്പെടെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ശുചീകരണം സാധ്യമാകുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ വീണ്ടും. വേണു, ഇന്നലെ ഇൻഫോ പാർക്കിൽ അടക്കമുള്ള സാഹചര്യം പറയുന്നുണ്ടായിരുന്നു. നിലവിൽ അവിടെയും വെള്ളം കയറിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
നിലവിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയിട്ടില്ല, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. ഇന്നലെ നമുക്കറിയാം 2.5 മണിക്കൂർ മഴ പെയ്തതിന്റെ ശക്തിയും കാഠിന്യവും എല്ലാം 150 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പെയ്തത്. ആ 2.5 മണിക്കൂർ കൊണ്ടാണ് ഇന്നലെ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയത്. അതിന് പ്രധാനമായും ഇൻഫോ പാർക്ക് അധികൃതർ കഴിഞ്ഞ തവണ വെള്ളം കയറിയപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഡ്രെയിനേജും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബണ്ട് പൊട്ടിക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ്. എന്നാൽ അതല്ല കാരണമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ മഴ. എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ ഇനിയും ആയിട്ടില്ല. പക്ഷേ നിലവിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറി തുടങ്ങിയിട്ടില്ല. മഴ ശക്തമായി തുടർന്നാൽ ഉറപ്പായും ഇൻഫോ പാർക്കിൽ വെള്ളം കയറും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ഇനിയും സ്വീകരിക്കാത്തതാണ് ആ പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ഇൻഫോ പാർക്ക് അധികൃതരും കരുതിയിരുന്നത് തൊട്ടടുത്തുള്ള കോഴിച്ചിറ ബണ്ടാണ് ഈ പെട്ടെന്നുള്ള വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ്. 23-ാം തീയതി അത്തരത്തിലൊരു വിശദീകരണമാണ് ഇൻഫോ പാർക്ക് സിഇഒ പുറത്തുവിട്ടത്. ഇനി അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും ആ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും 2.5 മണിക്കൂറിൽ പെയ്ത മഴയിൽ ഇൻഫോ പാർക്കിൽ ഉണ്ടായത് എന്താണ് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ടെക്കികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയാണ്. അവർക്ക് ജോലി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വേണു, ശരി. കൊച്ചിയിൽ വീണ്ടും ശക്തമായ മഴ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോഴത്തെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന്റെ വാഹന വ്യൂഹത്തിലെ കാർ ഇടിച്ച് 2 കുട്ടികൾ മരിച്ചു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിലാണ് അപകടമുണ്ടായത്. പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. കൈസർഗഞ്ചിലെ BJP സ്ഥാനാർത്ഥിയാണ് കരൺ ഭൂഷൺ സിംഗ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഗോണ്ടയ്ക്ക് സമീപത്തെ ഈ കേണൽഗഞ്ച് ഹുസൂർപൂർ എന്ന് പറയുന്ന ഇടത്ത് വെച്ച് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അതായത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകനായിട്ടുള്ള കരൺ ഭൂഷൺ സിംഗിന്റെ വാഹന വ്യൂഹത്തിലെ ഒരു കാറാണ് അമിത വേഗത്തിലെത്തി ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇതിൽ കാർ അമിത വേഗത്തിലെത്തി എതിർദിശയിൽ വന്ന ബൈക്കിനെയാണ് ഇടിച്ചത്. ഈ അപകടം നടന്ന് തൽക്ഷണം തന്നെ ബൈക്കിലുണ്ടായിരുന്ന 2 പേരും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ റഹാൻ ഖാന്റെ ബന്ധുവായിട്ടുള്ള ഷെഹ്സാദ് ഖാൻ എന്നിവരാണ് മരിച്ചത്. ഒപ്പം തന്നെ ഈ കാൽനട യാത്രക്കാരിയും ഈ വാഹനം തട്ടിയതായും റിപ്പോർട്ടുണ്ട്. പക്ഷേ അവർക്ക് വേറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഇടിച്ച വാഹനത്തിനുള്ളിൽ കരൺ സിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. വേണു, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ നേതാക്കൾക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത് എന്ന് റിപ്പോർട്ടിൽ പരാമർശം. റിപ്പോർട്ടുടൻ KPCC അധ്യക്ഷന് കൈമാറും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് രാവിലെ കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വസതിയിലെത്തി അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായി ഞങ്ങൾ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഇനി അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവിടെ വിശദമായി ഇന്ന് കേൾക്കും. അങ്ങനെ വിശദമായി കേട്ടതിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കും. ഈ എല്ലാ പരാതികളും കേട്ടതിന് ശേഷം ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് KPCCക്ക് ഏറ്റവും പെട്ടെന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിനെ പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ?
വേണു, പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരുന്നു. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ നേരിട്ട് നിയോഗിച്ച 2-അംഗ സമിതി ഇന്നിപ്പോൾ കാസർകോട്ടേക്ക് എത്തിയത്. KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി PM നിയാസ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഈ കമ്മിറ്റിയിലുള്ളത്. എന്തായാലും അവരിന്ന് വിശദമായ ചർച്ചകൾ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വവുമായി നടത്തി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുമായൊക്കെ നടത്തി. ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറുമെന്നാണ് ഈ അന്വേഷണ സമിതി അംഗങ്ങൾ പറഞ്ഞത്. ഇവർ പ്രാഥമികമായ വിലയിരുത്തൽ ഉണ്ടായി. നേതാക്കൾക്ക് ഗുരുതരമായ വീഴ്ച പറ്റി. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഈ KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെയും കണ്ടെത്തൽ. മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തക്കതായ നടപടി, അച്ചടക്ക നടപടി ഇവർക്കെതിരെ ഉണ്ടാവും. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തെ നേരിട്ട് കണ്ട് അവരുടെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കും, അവരെ നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും ഈ അന്വേഷണ സമിതിയിലെ 2 അംഗങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പഠിക്കും. വിശദമായ റിപ്പോർട്ടായിരിക്കും KPCC അധ്യക്ഷന് കൈമാറുക. ഇന്നിപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മാപ്പർഹിക്കാത്ത കുറ്റം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ചെയ്തു എന്ന് തന്നെയാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. വേണു, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വോട്ടെണ്ണൽ ദിനത്തിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ അവലോകനം പൂർത്തിയായി. വോട്ടെണ്ണലിന് 707 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കും. ജീവനക്കാർക്കുള്ള 2 ഘട്ട പരിശീലനം പൂർത്തിയായി. അവസാനഘട്ട പരിശീലനം അടുത്ത മാസം 1 നടക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് ഈ മുന്നൊരുക്കത്തിന്റെ വിശദാംശങ്ങൾ? വേണു, ജൂൺ 4 നടക്കാനിരിക്കുന്ന വോട്ടെണ്ണലിനോടനുബന്ധിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ നടന്നിരുന്നു. ഈ യോഗത്തിലാണ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന കാര്യം. ഈ സ്ട്രോങ് റൂമുകളുടെ 100 മീറ്റർ അകലെയാണ് ആദ്യ സുരക്ഷാ വലയം ആരംഭിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ കാവൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന ആംഡ് പോലീസും 3-ാം ഘട്ടത്തിൽ സെൻട്രൽ ആംഡ് പോലീസുമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായി ക്രമീകരണങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV നിരീക്ഷണവും ഈ സ്ട്രോങ് റൂം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ ഓൺലൈനായി നടത്തും. ആദ്യമായാണ് പ്രവേശന പരീക്ഷ ഓൺലൈനായി നടത്തുന്നത്. വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി മന്ത്രി R. ബിന്ദു പറഞ്ഞു. കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഓൺലൈനായിട്ട് 2024 ജൂൺ 5 മുതൽ 9 വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുക. 130 സ്ഥാപനങ്ങളിലെ 198 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക. അതോടൊപ്പം ഡൽഹിയിലെ 2 പരീക്ഷാ കേന്ദ്രങ്ങളിലും മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലുമായിട്ടാണ് കീം പരീക്ഷ നടക്കുക. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? വേണു, ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഓൺലൈനിലേക്ക് മാറുന്നത്. ഈ ഓൺലൈൻ പരീക്ഷയ്ക്ക് ജൂൺ 5 തുടക്കമാകും. അതോടൊപ്പം തന്നെ ജൂൺ 9 വരെ വിവിധ കേന്ദ്രങ്ങളിലായി പരീക്ഷ നടക്കും എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 198 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 1,13,447 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്നത്. സർക്കാർ സ്ഥാപനമായ CDT ആണ് ഓൺലൈൻ പരീക്ഷയ്ക്കുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ ഏതെങ്കിലും കേന്ദ്രത്തിൽ മാറ്റിവെക്കേണ്ടി വന്നാൽ ആ പരീക്ഷ ജൂൺ 10 നടത്തുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒരു ദിവസം പരമാവധി 18,993 പേർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങളാണ്
ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഒരേ സമയം പരമാവധി 126 കുട്ടികൾക്ക് വരെ പരീക്ഷ എഴുതാം. ഈ ജൂൺ മാസം തന്നെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. വേണു. ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജ ചേരും. You are watching 24 from News Headquarters, Kochi. സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. അടുത്ത 5 ദിവസം ശക്തമായ മഴ. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വ്യാപക വെള്ളക്കെട്ട്. ആലപ്പുഴയിലും കനത്ത മഴ. കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ. കൊച്ചിയിൽ കാലവർഷ മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായത് വെള്ളക്കെട്ടിന് കാരണമായെന്ന് ഹൈക്കോടതി. കോഴിക്കോട് ഓമശ്ശേരിയിലും മലപ്പുറം വേങ്ങരയിലും 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു.